കേൾക്കുന്നു, അവിടുത്തെ മനസ്സ് തേങ്ങുകയാണ്, ഹൃദയം പിടക്കുകയാണ്. അവിടുന്ന് കരയുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കുറേ നേരം സുജൂദിൽ, പിന്നെ ഇരുന്നു, രണ്ടാമതും സുജൂദിൽ. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ ദീർഘമായ സൂറത്തുകൾ ഓതി ഹബീബായ നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. സുബഹി നിസ്കാരത്തിന്റെ സമയമാകാറായി. ദീർഘമായ 2 റക്അത്ത് എടുത്തത് 4 മണിക്കൂർ സമയത്തോളം നീണ്ടുനിന്ന നിസ്കാരമാണത്. 2 റക്അത്ത് 4 മണിക്കൂർ. ആലോചിച്ചു നോക്കി, നമ്മളെ കൊണ്ടാകുമോ അത്? അങ്ങനെ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? അങ്ങനെ ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ടാകുമോ? എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലചായ്ച്ചാൽ, സുജൂദിൽ കിടന്നാൽ കിട്ടുന്ന ഒരു മധുരമുണ്ട്. അള്ളാഹുവേ, ഞാൻ മണ്ണിനോളം താഴെയാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എൻ്റെ രക്ഷിതാവേ, നീയാണ് ഏറ്റവും ഉന്നതിയിലുള്ളത്, ഞാൻ എത്രയോ താഴെയാണ്. ഞാൻ മണ്ണാണ്, മണ്ണിനോളം ചെറുപ്പമാണ്. നീയാണെങ്കിലോ പ്രപഞ്ചത്തിന് അതീതനാണ് റബ്ബേ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എല്ലാ സ്തോത്രങ്ങളും നന്ദിയും നിനക്കാണ് പടച്ചവനെ. ഇതാണ് സുജൂദിൽ കിടന്ന് 3 തവണ നമ്മൾ പറയുന്നത്. ആ സുജൂദിൽ ഉടമസ്ഥനായ രക്ഷിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഒരു VIP-യെ നിങ്ങൾക്ക് കിട്ടിയാൽ, അവരുടെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായാൽ, നിങ്ങൾക്ക് ആ സമയം എന്ത് ആനന്ദമായിരിക്കും. നിങ്ങൾ എഴുന്നേറ്റ് ഓടാൻ നോക്കുമോ? ഇല്ലല്ലോ. അവർ എഴുന്നേൽക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കൂലേ? അവർ പോകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുന്നത് അങ്ങനെയായിരുന്നു. എത്ര വലിയ ക്ഷീണം വന്നാലും പോകട്ടെ, പരീക്ഷണങ്ങൾ വന്നാൽ, ടെൻഷൻ വന്നാൽ, പുണ്യനബി ചെയ്തിരുന്നത് നേരെ സൈക്കാട്രിസ്റ്റിന്റെ മുമ്പിലേക്ക് ഓടുകയായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സൈക്കാട്രി എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ വുദൂഅെടുത്ത് നിസ്കരിക്കലായിരുന്നു. ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. ടെൻഷൻ വന്നാൽ ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കലായിരുന്നു. നിസ്കാരത്തിന് വാങ്ക് വിളിക്കാൻ നേരമായാൽ ബിലാലെ ഇഖാമത്ത് വിളിക്കിൻ എന്നല്ല നബി തങ്ങൾ പറയാം. ബിലാലെ ഇഖാമത്ത് ചൊല്ലിക്കോളൂ, നിസ്കാരം തുടങ്ങല്ലേ. അതുമല്ല തങ്ങൾ പറയാറുള്ളത്. തങ്ങൾ പറയാറുള്ളത് അരിഹ്നാ ബിഹാ യാ ബിലാൽ, അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലെ, നിസ്കാരം കൊണ്ട് മനസ്സിന് സന്തോഷം തരൂ, നിസ്കാരം കൊണ്ട് മനസ്സിന് ആനന്ദം തരൂ, പ്രാർത്ഥന കൊണ്ട് മനസ്സിന് ശക്തി തരൂ എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് വിളിക്കണം എന്നാണ് ഇതിനർത്ഥം. ഖദ് ഖാമത്തിസ് സ്വലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാഹ്. ഈ നിസ്കാരത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുകയാണ് മദ്രസ ചെയ്യുന്നത്. സൃഷ്ടാവുമായി സൃഷ്ടികൾക്ക് ബന്ധമില്ലെങ്കിൽ നമ്മളെ പിശാചുക്കൾ തട്ടിക്കൊണ്ടുപോകും. നമ്മുടെ നിസ്കാരവും റബ്ബനാ യാ ഇലാഹനാ യാ അല്ലാഹ്, പടച്ചവനെ എന്ന വിളിയാളം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പടച്ചു തമ്പുരാനോടുള്ള വിളിയാളമില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്ത് ആനന്ദമാണുള്ളത്? എന്ത് മെറ്റീരിയലിസം? ഇവിടുത്തെ മെറ്റീരിയലുകൾക്ക് എന്ത് ആനന്ദം തരാൻ കഴിയും? സർവശക്തനായ അല്ലാഹുവിനോട് ആത്മീയ ബന്ധം സ്ഥാപിക്കുമ്പോഴല്ലേ മനസ്സിന് ആനന്ദമുണ്ടാകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബ് സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ആ മണ്ണ് ഞാൻ എൻ്റെ കൈ കൊണ്ട് തടവി നോക്കുമ്പോൾ അത് നനഞ്ഞിരിക്കുന്നു അവിടുത്തെ കണ്ണുനീര് കൊണ്ട്. അപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, അവിടത്തോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അവിടുന്ന് സലാം മടക്കി. നബി തങ്ങൾ സലാം അടക്കുമ്പോൾ കണ്ഠം ഇടറുന്നുണ്ട്, ഗദ്ഗദമുണ്ട്. തങ്ങൾ വിഷമിച്ച പോലെ, സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, എൻ്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ അങ്ങാണ് എനിക്ക് വലുത്. സുഹാബിമാർ, അവിടുത്തെ 1,00,000-ലേറെ വരുമായിരുന്ന സുഹാബിമാർ ഹബീബിനെ വിളിച്ചിരുന്ന വാക്കുകൾ അതാണ്. എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് നഷ്ടമായാൽ പോലും അങ്ങ് നഷ്ടമാവരുത് നബിയേ. പറയണേ, മായുബികീക്, എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന് ബിലാൽ എന്നവർ ചോദിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എല്ലാം മൗനിയായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ഹബീബിൻ്റെ കൂടെ ജീവിച്ച വർഷങ്ങളുടെ കാലയളവിൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവം അത്വാ റളിയല്ലാഹു അൻഹു എന്ന താബിഈനോട് മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ മറുപടിയാണ് പറയാൻ പോകുന്നത്. എൻ്റെ റസൂൽ എന്തിനാണ് കരഞ്ഞത് എന്ന് ബിലാൽ എന്നവരോട് പറയുകയാണ്. യാ ബിലാൽ,
ബിലാലേ ഉൻസിലത് അലയ്യൽ ലൈല ആയ, ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങി. ആ ആയത്തിന്റെ ആശയം എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയത്ത് ഇറങ്ങിയിട്ട് എന്നോട് അല്ലാഹുവിന്റെ ജിബ്രീൽ മാലാഖ പറഞ്ഞു, നബിയേ, ഈ സൂക്തം ഖുർആനിൽ വെറുതെ ഓതിപ്പോയി. സയൻസ് അറിയുന്നവരെ, ജിയോഗ്രഫി പഠിച്ചവരെ, ആസ്ട്രോണമി പഠിച്ചവരെ, ഭൂഗർഭശാസ്ത്രം പഠിച്ചവരെ, പ്രപഞ്ചശാസ്ത്രം പഠിച്ചവരെ, വായിക്കാനും അറിയാനും പഠിക്കാനും കഴിവുള്ളവരെ വിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തങ്ങൾ വെറുതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ടാകും. ഓരോ ആയത്തിന് കൂലിയുണ്ട്, ഒരക്ഷരത്തിന് 10 പ്രതിഫലമാണ്. പക്ഷെ ഈ 2-3 ആയത്തുകൾ ഞാൻ ഓതുന്നത് സൂറത്ത് ആലി ഇംറാനിലെ 190 മുതൽ 193 വരെയുള്ള ആയത്തുകൾ. ഇത് ഓതുമ്പോൾ അതിൻ്റെ പരിഭാഷയോ വ്യാഖ്യാനമോ മുന്നിൽ വെച്ച് ശാസ്ത്രീയമായ വിഷയങ്ങൾ ഗഹനം ചെയ്യാതെ പഠിക്കാതെ ഓതുന്നവർക്ക് ശിക്ഷയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓതുന്നവരങ്ങ് ഓതിപ്പോയി. സൂറത്ത് ആലി ഇംറാൻ അവസാനിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യണം? അതിൻ്റെ തഫ്സീർ ഒന്ന് നോക്കണം എന്നാണ്. വായിക്കണം, പഠിക്കണം. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ബിലാലെ ചിന്തിക്കാതിരുന്നാൽ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞ ചില ആയത്തുകൾ ഇന്നലെ രാത്രിയാണ് എനിക്ക് അവതരിച്ചത്. എന്താണ് നബി ആ ആയത്തുകൾ? തങ്ങൾ ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان. വളരെ മനോഹരമായ സൂറത്ത് ആൽ ഇംറാനിന്റെ അവസാനത്തോടടുക്കുന്ന ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും ഭൂമിയെ നാം പടച്ചത്, ഇവിടുത്തെ ഓരോ മണ്ണും ചെറിയ പുൽമേടകൾ, ഈ വാഴയും തെങ്ങും കമുങ്ങുകളും ഇവിടുത്തെ മരങ്ങളും സസ്യലതാദികളും, മണ്ണുകൾക്കിടയിൽ കഴിയുന്ന കൊച്ചു കൊച്ചു ജീവികൾ, നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത വളരെ വളരെ മൈന്യൂട്ടായി മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രം കാണാൻ കഴിയുന്ന ഒരുപാട് സൂക്ഷ്മമായ ജീവികൾ, എത്രയെല്ലാം ഇലകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള ഇലകൾ, വിവിധ രൂപങ്ങളിലുള്ള ഇലകൾ, വിവിധ ടേസ്റ്റുകളുള്ള ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യമണികൾ, ഈ പ്രപഞ്ചം ഭൂമി, അതിൻ്റെ ഉള്ളിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, ഡയമണ്ടുകളുണ്ട്, പേളുകളുണ്ട്, സമുദ്രങ്ങളിൽ എല്ലാം ഒരുക്കി വെച്ച ഈ ഭൂമി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഏറ്റവും വലിയ പുസ്തകമാണ്, ഇത് ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഭൂമി. വസ്സമാവാത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശലോകങ്ങളെ പടച്ചതിലും ഭൂമിയെ പടച്ചതിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, കൃത്യമായ സമയത്ത് സൂര്യോദയവും സൂര്യാസ്തമയവും സംഭവിക്കത്തക്ക വിധത്തിൽ ഭൂമിയെ അള്ളാഹു നേർരേഖയിൽ നിർത്തിയത്, സൂര്യനിൽ നിന്ന് കൃത്യമായ അകലത്തിൽ നിർത്തിയത്, സൂര്യനും ഭൂമിയും ചന്ദ്രനും കൃത്യമായ നേർരേഖയിലൂടെ കടന്നു പോകുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അതില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരുട്ടില്ല, ഇവിടെ വെളിച്ചമില്ല. ഇതിലെല്ലാം ലആയാത്ത്, എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് അടയാളങ്ങളുണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കറുത്ത പുക ഉയരുന്നത് കണ്ടാൽ
ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തീയുണ്ട് എന്ന് പറയാൻ കൊച്ചുകുട്ടിക്ക് മനക്കറിയും. തീ കാണണമെന്നില്ല. എന്തേ അതിനർത്ഥം? തീയുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ ഇഫക്റ്റാണ് പുകയെന്ന് പറയുന്നത്. സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ട്, പ്രപഞ്ചമുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളത് ബുദ്ധിയുള്ള മനുഷ്യന് പടച്ചവനുണ്ട് എന്ന് പറയാൻ ഇനി എന്താണ് തെളിവ് വേണ്ടത്? അല്ലാഹുവാണ് ഈ പറയുന്നത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് കറുകറുത്ത പുകയുയരുമ്പോഴൊരാൾ പറയാണ് തീയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കൂല. എന്തേ? ഞാൻ കാണുന്നില്ലല്ലോ. അയാൾ 2 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്. തീ ഞാൻ കണ്ടില്ല, ഞാൻ പുകയെ കണ്ടിട്ടുള്ളൂ. പുകയുണ്ട്, തീ അതില്ല, അത് വെറുതെ ഉണ്ടാകുന്ന പുകയാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ? ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്, ഞാൻ ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാനാണ് പടച്ചവൻ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ലാൻഡ് ചെയ്താൽ പിന്നെ എന്ത് പരീക്ഷണം, പിന്നെ എന്ത് ജീവിതം, ഇതിനെന്തർത്ഥം? എക്സാം എഴുതാൻ ഉത്തരക്കടലാസും കൂടെ കൊടുത്തു, ഇതാ ഉത്തരം. അതെന്ത് പരീക്ഷയാണ്? അല്ലാഹു കണ്ടുകൊണ്ട് കാണപ്പെടാത്തത് കോടിക്കണക്കിന് വസ്തുക്കളുടെ തെളിവ് മുമ്പിൽ വെച്ചുകൊണ്ടാണ്. കോടിക്കണക്കിന് വസ്തുക്കൾ നമ്മുടെ കണ്ണുയർത്തിയാൽ കാണുന്ന ആകാശ ലോകങ്ങളിലെ നക്ഷത്രങ്ങളെ നിങ്ങൾ നോക്കുന്നില്ലേ? ഖുർആൻ പഠിപ്പിച്ചു. ആദ്യത്തെ 13 വർഷക്കാലം പുണ്യനിബിതങ്ങൾ സ്വഹാബികളെ പഠിപ്പിച്ചത് പ്രപഞ്ച സൃഷ്ടിപ്പിലൂടെ സൃഷ്ടാവിനെ പഠിക്കാനാണ്. അന്ന് നിസ്കാരം നിർബന്ധമല്ല. ആദ്യത്തെ 13 കൊല്ലം ഫർദ് നിസ്കാരമില്ല. നോമ്പ് നിർബന്ധാക്കിയോ? ഇല്ല. സക്കാത്ത് നിർബന്ധമുണ്ടോ? ഇല്ലായിരുന്നു. ഹജ്ജുണ്ടോ? ഹജ്ജൊക്കെ 22-ാം കൊല്ലത്താ. തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജ് നിർബന്ധമാകുന്നത്. നിസ്കാരം നിർബന്ധമാകുന്നത് 13 കൊല്ലം കഴിഞ്ഞിട്ടാ. നബി തങ്ങൾ നിസ്കരിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ നിസ്കാരം ഉണ്ടോ? ഇല്ല. എന്തേ കാരണം എന്നറിയോ? ഞങ്ങൾക്ക് പറയാം അവരോട്, നിങ്ങൾ സ്വകാര്യമായിട്ട് നിസ്കരിച്ചോളൂ. ശത്രുക്കൾ ആക്രമിക്കുന്നു, ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾ സ്വകാര്യമായിട്ട് നിസ്കരിച്ചോളൂ, പറയാം. നിങ്ങളുടെ മുതലാളിമാർ സക്കാത്ത് കൊടുത്തോളൂ, പറയാം. നോമ്പെടുത്തൂടെ? ആരെങ്കിലും അറിയോ നോമ്പെടുത്താൽ? മക്കയിൽ. പക്ഷേ നബി തങ്ങൾ സ്വഹാബികൾക്ക് മക്കയിൽ ഒന്നും നിർബന്ധമാക്കിയില്ല. എന്തേ പഠിപ്പിച്ചു കൊടുത്തെന്നറിയോ? അല്ലാഹു ആരാണ്, ആരാണ് പടച്ചവൻ, ആരാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ആ രക്ഷിതാവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ മഹത്വം, ഇത് മനസ്സിലാക്കി കൊടുക്കലാണ് 13 കൊല്ലത്തെ ദഅവത്ത്. 87 സൂറകൾ ഖുർആനിൽ ഇറങ്ങിയത് മക്കയിലാണ്. ആ ഒരൊറ്റ സൂറയിലും നിസ്കാരത്തിന്റെ മസ്അല കാണൂല, അനന്തരാവകാശ നിയമം കാണൂല, നോമ്പിന്റെ മസ്അലയില്ല, ഇതില് സക്കാത്തിന്റെ മസ്അലയില്ല, മദ്യം നിരോധിച്ചിട്ടില്ല. അപ്പോഴേ 13 കൊല്ലം 87 സൂറ. ബാക്കി 27 മദീന സൂറയിലാണ് നിസ്കാരത്തിന്റെ മസ്അല കാണുക. തയമ്മത്തെ കുറിച്ച് അവിടെയാ പറയുന്നത്. കടബാധ്യതകൾ എങ്ങനെ നിങ്ങൾ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചത് എവിടെയാണ്? അനന്തര സ്വത്തെന്താണ്, അതെങ്ങനെയാ വിഹിതിക്കേണ്ടത്? മദീനി സൂറയിലാ കാണുക, സൂറത്തുൽ ബഖറയിൽ കാണും. എല്ലാ നിയമങ്ങളും ഇറങ്ങുന്നത് മദീന കാലഘട്ടത്തിലാണ്. മക്ക കാലഘട്ടം നിയമങ്ങളില്ല. എന്തേ അവിടെ നടന്നെന്നറിയോ? അല്ലാഹു ആരാണ്. ആകാശം കാണുന്നില്ലേ? ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? കാർമേഘങ്ങൾ കാണുന്നില്ലേ? ചെടികളും മരങ്ങളും പൂത്തുലയാൻ വേണ്ടി കാറ്റുകളെ പരാഗണം ചെയ്യുന്നതായി അല്ലാഹു പറഞ്ഞേച്ചില്ലേ? പോളിനേറ്റിംഗ് വിൻഡ്സ്. കാറ്റിലൂടെയാണ് പോളിനേഷൻ നടക്കുന്നത്, പരാഗണം നടക്കുന്നത്. ഇതൊക്കെ പഠിപ്പിച്ചത് മക്കയിലാണ്. നക്ഷത്രങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. മക്കയിലാ പഠിപ്പിച്ചത്. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ? നക്ഷത്രങ്ങളെ അതതിന്റെ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വെച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വഇന്നഹു ലഖസമുൻ ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നക്ഷത്രങ്ങളുടെ സ്ഥാനം അതിനെ വെച്ചല്ല സത്യം ചെയ്തിട്ട് പറയാ, ആ സത്യം ഒരു മഹാത്ഭുതമാണ്, നിങ്ങൾക്കിപ്പോ മനസ്സിലാവാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. എവിടെയാ നക്ഷത്രങ്ങൾ കിടക്കേണ്ടതെന്നറിയോ? ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയത് 24 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറമാണ്. 24 ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറം. 24 കിലോമീറ്ററുള്ള വടകരക്ക് എത്ര കിലോമീറ്ററാണ്? 15-20 കിലോമീറ്ററിന്റെ ഉള്ളില്. സുബ്ഹാനല്ലാഹ്. 24 ബില്യൺ. 100 മില്യൺ ആകുമ്പോ 1 ബില്യൺ ആകുന്നു. അങ്ങനെ 24 ബില്യൺ വർഷങ്ങൾ പ്രകാശം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം.
പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. അപ്പൊ ഒരു മിനിറ്റിൽ, അപ്പൊ ഒരു മണിക്കൂറിൽ, ഒരു ദിവസം, ഒരു വർഷം, 2 വർഷം, 10 വർഷം, 1 മില്യനായി, 100 മില്യൺ, 1 ബില്യൺ ആകുന്നു. അതും കഴിഞ്ഞാൽ 24 ബില്യൺ കൊല്ലങ്ങൾ പ്രകാശം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്താണ് ഇന്ന് കണ്ടെത്തിയ ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മവാഖിഉൻ നുജൂം. ഇതൊക്കെ ഖുർആൻ ചർച്ച ചെയ്തത് മക്കയിലെ കാലഘട്ടമാണ്. ഒരു കുഞ്ഞിന്റെ ബാലപാഠമാണത്. നമ്മൾ മദ്രസ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ ആദ്യ കാലഘട്ടമാണ്. ഒരു മനുഷ്യനായി ഒരു കുഞ്ഞ് വളർന്നു വരുന്ന ആദ്യഘട്ടം ആരാണ് തന്റെ സൃഷ്ടാവെന്നറിയണം, എന്തിനാണ് ജീവിക്കുന്നതെന്നറിയണം, ഇതിന്റെ ലക്ഷ്യമെന്താ, ഒരു നല്ല പൗരനാവാൻ എന്തു ചെയ്യണം, ഒരു നല്ല മകനായി ഒരു നല്ല മോളായി ജീവിക്കാൻ എന്തു വേണം, ഇത് പഠിപ്പിക്കുകയാണ് നമ്മുടെ മദ്രസകൾ ചെയ്തത്. പുണ്യനബി തങ്ങൾ 13 കൊല്ലം മദ്രസ പഠനം എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറയാൻ പറ്റുമെങ്കിൽ അവിടെ പഠിപ്പിച്ചത് അല്ലാഹു ആരാണെന്നാണ്. മൻ ഹുവല്ലാഹ്, അല്ലാഹു ആരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത അനുഭവമെന്ന് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു കൊടുത്തത്, റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത അനുഭവം ഇതാണ്: ആകാശലോകങ്ങളെ പടച്ചതിലും രാവും പകലും മാറി മാറി വരുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും, വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുകയും, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നവർ, അവരാണ് ബുദ്ധിമാനികൾ. ആ ബുദ്ധിമാനികൾ പറയേണ്ട പ്രാർത്ഥന എന്താണെന്നറിയോ? അവർ പറയേണ്ടത് ദൈവമില്ലെന്നല്ല, പടച്ചോനെ കാണുന്നില്ല, ഞാൻ വിശ്വസിക്കൂല, ഇതാണോ പറയേണ്ടത്? അവർ പറയേണ്ടത് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീയാണ് ഞങ്ങൾക്ക് ജീവൻ തന്നത്, ജീവൻ ഞങ്ങൾ കൊണ്ടുവന്നതല്ല, നീ തന്നെയാണ് ജീവൻ തിരിച്ചെടുക്കുന്നത്. ഞങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴല്ല ഞങ്ങൾ മരിക്കുന്നത്, ഇഷ്ടപ്പെട്ടപ്പോഴല്ല ഞങ്ങൾ ജനിച്ചത്, ഞങ്ങൾ ജനിച്ചതും ഞങ്ങൾ മരിക്കുന്നതും അല്ലാഹുവേ നിന്റെ തീരുമാനമാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഒരു ചെടി പോലും, ഒരു ഇല പോലും, ഒരു പുല്ല് പോലും നീ വെറുതെ പടച്ചതല്ല. ചിലതിൻ്റെ യുക്തി നമുക്കറിയും, ചിലത് നമുക്കറിയില്ല എന്തിനാ അല്ലാഹു ഇതൊക്കെ ചെയ്തത് എന്ന്. എന്നാലും അല്ലാഹുവേ അൻത ഹകീം, നീ തന്ത്രശാലിയാണ്, നീ യുക്തിയുള്ളവനാണ്, ഹിക്മത്തിന്റെ ഉറവിടമാണ്. ഒരു കാര്യവും ഹിക്മത്തില്ലാതെ റബ്ബേ നീ ചെയ്യില്ല. ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ ഞങ്ങളെ തീയിൽ നിന്ന് കാത്തുകൊള്ളേണമേ, നരകത്തിൽ നിന്ന് കാത്തുകൊള്ളേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. ഈ ആയത്തിറങ്ങിയ സമയം അല്ലാഹു നബിയോട് പറയുകയാണ്, നബിയേ, ഇത് ചിന്തിക്കാതെ പോയാൽ, പഠിക്കാതെ പോയാൽ, ആലോചിക്കാതെ വെറുതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട്. ഈ ആയത്തിറങ്ങിയ രാത്രിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് സുബഹിക്ക് വാങ്ക് വിളിക്കാൻ നേരമായി നബിയെ എന്ന് പറഞ്ഞു വന്ന രാത്രി. 4 മണിക്കൂറിലേറെ ഹബീബ് 2 റക്അത്ത് കൊണ്ട് നിന്ന് നിസ്കരിച്ച നേരം. ആ ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, എടുത്തു പറയേണ്ട അനുഭവമെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നമ്മുടെ മക്കള് സയൻസ് പഠിക്കണം, ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കള് മാത്സ് പഠിക്കണം, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കണം. എന്തേ? ചിന്തിക്കാനും പഠിക്കാനും. എത്രയാ ഖുർആൻ പറയുന്നത്, ലിഖൗമിൻ യതഫക്കറൂൻ, ഫോർ എ പീപ്പിൾ ഓഫ് ഇന്റലക്ട്, ബുദ്ധിയുള്ളവർക്ക്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഡു നോട്ട് ദേ ഡീപ്ലി പോണ്ടർ അപ്പോൺ, അവര് ചിന്തിക്കുന്നില്ലേ അള്ളാഹുവിന്റെ സയൻസ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഹബീബായ നബി തങ്ങൾ പറയാ, എനിക്ക് പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആകാശലോകത്തേക്ക് നോക്കി എൻ്റെ ജീവിതം ആകാശലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ കഴിച്ചുകൂട്ടുമായിരുന്നുവെന്ന് പറഞ്ഞത് നമ്മുടെ ഹബീബാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തേക്ക് നോക്കിയിരിക്കുക, പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുക, ഭൂമിയെക്കുറിച്ച്. ഭൂമിയെ ആരാണ് ഇങ്ങനെ സംവിധാനിച്ചത്? നിങ്ങളുടെ കൂടെയുള്ള മൃഗങ്ങൾ, ജന്തുക്കൾ, കന്നുകാലികൾ. ആരാണ് ഇതിനെ പടച്ചത്, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്? ആരാണ് പർവ്വതങ്ങളെ നാട്ടിവെച്ചത്? ആരാണ് നക്ഷത്രങ്ങളെ ഉയർത്തിവെച്ചത്? ആരാണ് ഭൂമിയിൽ രാവും പകലും ഉണ്ടാക്കുന്നത്? തിരമാലകൾ, സസ്യലതാദികൾ, പക്ഷികൾ, മത്സ്യസമ്പത്ത്,
ആരാണ് ഇതൊക്കെ നൽകിയത്? ആരാണ് റെയിൻ ക്ലൗഡുകൾ നിങ്ങൾക്ക് നൽകിയത്? ഇപ്പൊ ചൂടായി, ചൂട് നമുക്ക് മടുത്തു വരുമ്പോ അതാ മഴ പെയ്യുകയായി, മഴ പെയ്യുമ്പോ ചൂട് വരികയായി. കാലാവസ്ഥകളെ മാറാൻ വേണ്ടി ഭൂമിയെ അതിൻ്റെ അച്ചുതണ്ടിൽ ചെരിച്ചു നിർത്തിയത് ആരാണ്? ഭൂമിയെ ടിൽറ്റ് ചെയ്തിരിക്കുകയാണെന്ന ആരാണ് ഇതൊക്കെ ചെയ്തത്? ആ ചെരിവില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ കാലാവസ്ഥകൾ ഉണ്ടാകില്ല, സീസണുകൾ ഉണ്ടാകില്ല. ഇതൊക്കെ ഇന്റലിജൻസ്, അതിബുദ്ധിമാനായ ഒരു സൃഷ്ടാവിനെ നമ്മെ പഠിപ്പിക്കുന്നില്ലയോ? വാർണർ ഗിറ്റ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ ശരീരത്തിൽ കിടക്കുന്ന DNA എന്ന് പറയുന്ന നമ്മുടെ ഹ്യൂമൻ പ്രോഗ്രാമിംഗ്, DNA-യുടെ ഇൻഫോർമേഷൻ അപ്പോബറ്റിക് ഇൻഫോർമേഷൻ ആണെന്നാണ്. ഏറ്റവും അതിസങ്കീർണമായ അറിവാണ്. അങ്ങനത്തെ ഒരു അറിവ് ഇറ്റ് ഷുഡിൻ കം ഫ്രം a source other than intelligence. വളരെ അതിബുദ്ധിമാനായ ഒരാളിൽ നിന്ന് ഈ DNA ഉണ്ടാക്കാൻ കഴിയുള്ളൂ, വെറുതെ ഉണ്ടാവില്ല. പ്രപഞ്ചത്തിൽ ഒരിക്കലും വെറുതെ റാൻഡം ഒരു ബിഗ് ബാങ്ങിൽ ഒരു ഇവല്യൂഷനിൽ ഇതൊന്നും DNA ഉണ്ടാവില്ല എന്നാണ്. അതുണ്ടായത് അതിബുദ്ധിമാനായ ഒരു സൃഷ്ടാവിൽ നിന്നാണ് എന്ന് സമ്മതിച്ചത് വാർണർ ഗിറ്റ്സ്, ജർമ്മൻകാരനാണ്, ജീവിച്ചിരിക്കുന്ന സയന്റിസ്റ്റാണ്, യുക്തിവാദിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പൊ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. ലോകം ദൈവവിശ്വാസത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ ടെക്നോളജി ചെയ്തു വെച്ചാലും മനുഷ്യന്റെ കഴിവുകൾക്ക് അതീതമാണ് പലതും. ടൈറ്റാനിക് എന്ന ഷിപ്പിനെ കുറിച്ച് നമുക്കറിയും അല്ലേ? ഒരാൾക്കും തകർക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അത് ബ്രിട്ടനിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് ബോസ്റ്റണിലേക്ക് പോവുക, അവിടെ തന്നെ ഒരു മഞ്ഞുമലയിൽ ഇടിഞ്ഞ് തകർന്ന് ബില്യണേഴ്സും മില്യണേഴ്സുമായ ആഡംബര കപ്പലിലെ മുതലാളിമാർ അവിടെ മുങ്ങി മരിക്കുക. പുറപ്പെടും മുമ്പ് ചെയ്ത ഡയലോഗ് അതായിരുന്നു, ദൈവത്തിന് പോലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഞങ്ങളുടെ കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. എന്തേ സംഭവിച്ചത്? അന്നത്തെ ക്രിസ്തീയ പാരമ്പര്യമാർ മുഴുവൻ പറഞ്ഞു, ഇത് ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയ മെസ്സേജാണ്. തീർച്ചയായും നമ്മൾ അഹങ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ പിടിച്ചു വെക്കുക. രോഗം കൊണ്ട് മരണം മനുഷ്യനെ കീഴ്പ്പെടുത്താൻ അള്ളാഹു തന്ന പടച്ച തമ്പുരാന്റെ ഒരു ആയുധമാണെന്നാണ് നബി തങ്ങൾ പറയാ. മരണമില്ലെങ്കിൽ മനുഷ്യരെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു. എന്ത് തന്നെയായാലും എനിക്കൊരു 60, 70, 80 ഞാൻ മരിച്ചു പോകും എന്നൊരു ചിന്ത വരിക. എന്തൊക്കെ മുഷ്ടി ചുരുട്ടി നമ്മൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ശബ്ദമനങ്ങാത്തൊരു സമയത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. പിന്നെ മരണത്തിന് ഒതുങ്ങിക്കൊടുക്കുകയാണ്. മരണമില്ലായിരുന്നെങ്കിൽ മരണത്തെ അതിജീവിക്കാൻ എന്തൊക്കെ മരുന്നുണ്ട് മനുഷ്യൻ പരിശോധിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ പറയാ, മരണത്തെ അതിജീവിക്കാൻ കഴിയില്ല. ഹ്യൂമൻ സെല്ലുകളെ റീപ്രോഗ്രാം ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് ഗുരുതരമായ അപകടത്തിലേക്ക് മനുഷ്യനെ നയിക്കും. മരണത്തിന് നമ്മൾ ഒതുങ്ങിക്കൊടുത്തേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, ഇല്ലാ ലിദാ, ഒരു രോഗത്തിനൊഴികെ, അത് അൽ ഹറം, മനുഷ്യന്റെ ഓൾഡ് ഏജ്, മനുഷ്യന്റെ വാർദ്ധക്യമാണ്. അതിനെ തുടർന്നുള്ള മരണമാണ്. അതിന് മരുന്ന് കിട്ടൂല. ബാക്കി എല്ലാറ്റിനും മരുന്നുണ്ട്. യാ അല്ലാഹ്, മനുഷ്യൻ വന്നത് പടച്ചതമ്പുരാനെ സ്തുതിപ്പാടാനും അനുസരിക്കാനും മനുഷ്യ ജീവിതത്തിന്റെ സന്തോഷം എന്താണെന്ന് അള്ളാഹുവാണ് നിശ്ചയിച്ചത്. ആ വഴി അവൻ അനുസരിക്കേണ്ട വഴിയാണ്. ശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, ബാങ്ക് വിളിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.